ശരി, എപ്പോഴും ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചോ. ആദ്യം ഞാൻ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാ. ഞാൻ ഒരു കാലത്തും നിന്നെ വിട്ടു പോവില്ല. എന്റെ കള്ളച്ചക്ക നന്നായിട്ടുണ്ടല്ലേ? അതെ വായാടി, നന്നായിട്ടുണ്ട്. ഈ റൂൾസ് ഒക്കെ പുറത്തുള്ളവർക്കാണ്. ഇത് നിനക്ക് ആവശ്യമില്ല. നീ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഇതെനിക്കൊരു പുതിയ അനുഭവം കൂടിയാണ്. ഇതാണോ അങ്കിൾ നിങ്ങളുടെ വീട്? അതെ മോനെ, ഒരുപാട് നന്ദിയുണ്ട്. ദൈവത്തിനെ പോലെ വന്ന് കാശ് പോകാതെ രക്ഷിച്ചത്. പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വീട് വരെ കൂട്ടുവന്നല്ലോ. ഇക്കാലത്ത് നിന്നെ പോലുള്ള പയ്യന്മാരെ കാണുന്നത് അപൂർവമാണ് മോനെ. ഇതെല്ലാം വലിയ വാക്കുകളാണ്. അങ്ങനെയൊന്നുമില്ല. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര കഠിനമാണതെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ വലിയ സഹായമൊന്നും ചെയ്തിട്ടില്ല. ഇത് നിന്റെ വലിയ മനസ്സാണ് മോനെ. ശരി അങ്കിൾ, ഞാൻ പോവാം. ശരി മോനെ. മോന്റെ പേര്? ധ്രുവ എന്നാണ് അങ്കിൾ. ക്ഷമിക്ക്, ഞാൻ ഒരു തവണ ചോദിച്ചതാ, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അത് കുഴപ്പമില്ല അങ്കിൾ. കൊച്ചി എപ്പോഴും ബിസിയായ ഒരു സ്ഥലമാ. തൊട്ടടുത്തുള്ളവരോട് പോലും ആരും സംസാരിക്കാറില്ല. അങ്ങനെയുള്ളപ്പോ അങ്കിൾ എന്റെ പേര് മറന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി മുതൽ അങ്കിൾ എന്നെ എപ്പോ കണ്ടാലും എന്റെ പേര് ഓർക്കട്ടെ. ഇപ്പൊ നീ എങ്ങനെ വീട്ടിലേക്ക് പോകും? എവിടെ നിന്റെ വീട്? ഈ സമയത്ത് പോയാൽ ഒരുപാട് ലേറ്റ് ആവില്ലേ എത്താൻ? അതുമാത്രമല്ല, ഇപ്പൊ ബസ്സും ഇല്ല. വീടുള്ളവർക്കല്ലേ അങ്ങനത്തെ ചിന്തയൊക്കെ. എനിക്ക് ആകാശമാണ് വീട്. എവിടെ സ്ഥലം കിട്ടുന്നോ അവിടെ കിടന്നുറങ്ങും. ആഹാരം കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കുകയും ചെയ്യും. ഒരു പെർമനന്റ് അഡ്രസ്സൊന്നുമില്ല എനിക്ക്. എന്റെ എന്ന് പറയാൻ ബസ് സ്റ്റാൻഡിന്റെ മൂലയിലിരിക്കുന്ന ഒരു ബാഗ് മാത്രമുള്ള. എന്താ മോനെ, നിനക്കാരും ഇല്ല അങ്കിൾ. എനിക്കങ്ങനെ സ്വന്തക്കാരൊന്നുമില്ല. ആരെങ്കിലും നിന്നോട് നിന്നെ സംരക്ഷിച്ചു കൊള്ളാന്ന് പറഞ്ഞാ? അങ്ങനെയൊന്നും ആരും പറയില്ല അങ്കിൾ. വീട്ടിലുള്ളവരോട് തന്നെ വഴക്കിട്ട് തെറ്റിദ്ധരിച്ച് മാറി താമസിക്കുന്ന ഈ കാലത്ത് ആരാ എന്താണെന്നറിയാത്ത ഒരാൾക്ക് ആര് സ്ഥലം കൊടുക്കാൻ അങ്കിൾ? ഞാൻ തരും മോനെ. നീ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. വരൂ, എന്റെ വീട്ടിലേക്ക് പോവാം. വേണ്ട അങ്കിൾ, എന്റെ കാര്യം ഞാൻ എങ്ങനെയും നോക്കാം. അങ്കിൾ പോയിക്കോ. അങ്കിൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അത് വേണ്ട. എനിക്ക് വേണ്ടി ഒരാൾ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിക്കായിരുന്നില്ലല്ലോ മോനെ. വേണ്ട അങ്കിൾ, അത് ശരിയാവില്ല. വേണ്ട. ശരിക്കും മനസ്സിലൊരു ആഗ്രഹം വെച്ചുകൊണ്ട് നല്ല വഴിയിലൂടെ പോകണമെന്നുള്ളവർക്ക് പുറത്തേക്ക് അവസരങ്ങൾ സ്വയം തേടിയെത്തും. ഇതും അതുപോലെ കണ്ടാൽ മതി. 2 ദിവസം താമസിച്ചു നോക്ക്, പിന്നെ നിന്റെ ഇഷ്ടാനുസരണം ചെയ്തോളൂ. എന്നാലും അത് അങ്കിൾ, നാം ഓരോരുത്തരെ കാണുന്നതിന് ഓരോരോ കാരണങ്ങൾ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. സുഹാസിനി ആന്റി എന്നോട് ഡിന്നറിന് വരാൻ പറഞ്ഞത് ഇവിടെ. അതുകൊണ്ട് വന്നതാ വേദാന്ത്. വൈ ആർ യു സോ സർപ്രൈസ്ഡ്? വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിപ്പാണോ? ആരുമില്ല. ജസ്റ്റ് ലീവ്. എന്റെ റൂമിലേക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ മറ്റാരും വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇറങ്ങിപ്പോ. ബ്ലഡി നോൺസെൻസ്. എന്റെ തലക്കറ നോക്ക് അവള്. അമൂല്യ എന്ത് ചെയ്താലും എനിക്കിങ്ങനെയൊന്നും തോന്നാറില്ലല്ലോ. ആർ യു മാഡ് വേദാന്ത്? നീ ചെയ്യുന്നതാ ഇപ്പൊ ശരിയല്ലാത്തത്.
നീ ഇപ്പൊ ചിന്തിക്കേണ്ടത് ആരതിയുടെയും വിക്കിയുടെയും കല്യാണക്കാരി മാത്രമാണ്. അതെല്ലാം വിട്ടിട്ട് കഴുതയെ പറ്റി ആലോചിക്കുന്നു. സി വേദാന്ത്, യു ഹാവ് എ ഗോൾ. അത് ആരതിയുടെയും വിക്കിയുടെയും കല്യാണക്കാര്യം. ജസ്റ്റ് ഫോക്കസ് ഓൺ ഇറ്റ്. അമ്മേ, അച്ഛൻ വന്നെന്ന് തോന്നുന്നു. അതിഥി, അമ്മു, വാ വാ മോനെ. വാ, ആഹാരം കഴിക്കാം. ദാ അച്ഛൻ വന്നു. ദാ നമുക്ക് പെട്ടെന്ന് ആഹാരം കഴിക്കാം. ഈ ഫേസ് കേട്ട് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആരാണാവോ ഇത്? ഇതേതേ ചേട്ടൻ? പിള്ളാരെ, പെട്ടെന്ന് ആഹാരം എടുത്തു വെക്ക്. പ്രമി, ഇത് ധ്രുവ. ഇന്നു മുതൽ നമ്മുടെ വീട്ടിലായിരിക്കും. ധ്രുവ, ഇതാണ് എന്റെ കുടുംബം. ആരതി എവിടെ? ആരതി വന്നല്ലോ. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്ങനെ നിക്കുന്നേ? അവിടെ ഇരിക്കാം. ഇരിക്കും മോനെ. അതെ, ഒന്നിങ്ങോട്ട് വരൂ. എന്തിനാ? എന്താന്ന്? അതെ അതെ, ആരേ ഈ പയ്യൻ? ഞാൻ പറഞ്ഞല്ലോ പ്രമി, ധ്രുവ. എനിക്കും അതിനേക്കാൾ കൂടുതലൊന്നും അറിയില്ലെന്നേ. എന്താ തമാശ പറയണോ നിങ്ങള്? ആരാ ഏതാന്നറിയാത്തൊരു പയ്യനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അവനെ പറ്റിയൊന്നും അറിയില്ലെന്നുള്ളത് സത്യം. പക്ഷെ അവനെ നല്ലവനാണെന്നുള്ള കാര്യം ഉറപ്പാ. അതെ അതെ, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. അല്ല, 4 പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് ആരാ ഏതാന്നറിയാത്ത ഒരാളെ വിളിച്ചോണ്ട് വന്ന് ഇനി മുതൽ ഇവൻ നമ്മളോടൊപ്പം ഇവിടെ താമസിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? എന്താ അതിന്റെ അർത്ഥം? പ്രമി, ഇന്ന് നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ അതിന് കാരണം അവനാ. അവൻ വീടും വീട്ടുകാരൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കുന്നു, അത്ര തന്നെ. ഇവിടെ ഞാനുണ്ടല്ലോ എല്ലാം ശ്രദ്ധിക്കാൻ. വെറുതെ എല്ലാത്തിനും ടെൻഷൻ എടുത്തു വയ്ക്കും. അതെ. ധ്രുവ, വന്ന് കൈയും കാലും കഴുകുക. എണീക്ക് വാ. വേദാന്ത്, ഇവിടെ വന്നിരിക്കേ. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ ഇരുന്നോളാം. വേദാന്ത്, നാളെ എന്താ നിന്റെ പ്രോഗ്രാം? കമോൺ വേദാന്ത്, നാളെ സാഹിത്യയുടെ ബർത്ത്ഡേ. ഞങ്ങളെ കാര്യം അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ, പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന നീ ഈ കാര്യം ഓർത്ത് വെക്കേണ്ടതല്ലേ? അമ്മേ, അത് ഞാൻ കാര്യം മറന്നുപോയി. സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. ഈ നാട്ടില് വേറെ പെമ്പിള്ളേരില്ലല്ലോ. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് അവൻ കണ്ടുപിടിച്ചോണ്ട് വന്നതായിരിക്കും. പിന്നെ എന്തിനാ ഓർമ്മിക്കുന്നത്? സാരമില്ല, എന്തായാലും ഈ ബന്ധത്തെക്കുറിച്ച് ബിസിനസ് പാർട്ട്നേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ അറിയിക്കേണ്ടതല്ലേ? അതുമല്ല, മീഡിയക്കാരെ ഇത് അറിയിക്കണം. സോ ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ നിന്റെ അഭിപ്രായം? ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. നീ ഓക്കെ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം. ആന്റി, നിങ്ങളിപ്പോ പറഞ്ഞപ്പോ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ച പോലെ തന്നെ ഫീലിംഗ് തോന്നുക. എനിക്ക് സന്തോഷമുള്ള കാര്യം ആയതുകൊണ്ട് വേദാന്ത് ഉറപ്പായി നോ പറയില്ല. അമ്മേ, നാളെ എനിക്ക് ഇമ്പോർട്ടൻസ് ജോലി എന്തുണ്ടെങ്കിലും മാറ്റി വെച്ചോളൂ, അല്ലേ വേദാന്ത്? വേദാന്ത്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അമ്മ ഹാപ്പി ആവുമെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാമേ.
ഞാൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോളാം. നോ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം. നീ ടെൻഷൻ ആവണ്ട. നീ ഹാൻഡ്സമായിട്ട് അങ്ങ് എത്തിയ മാത്രം മതി. ഈ കൂട്ടത്തിൽ നമ്മുടെ ബിസിനസ് അസോസിയേറ്റ്സ്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ്, ഒപ്പം റിലേറ്റീവ്സ് എല്ലാവരെയും നമുക്ക് വിളിക്കാം. പിന്നെ വേറെ ആരെയും ഇൻവൈറ്റ് ചെയ്യണ്ടല്ലോ. ഷുവർ വിക്രാന്ത്, ആദ്യം ഞാൻ വിളിച്ചോളാം. ആരതിയുടെ അച്ഛനെയും അമ്മയും നീ തന്നെ പോയി വിളിക്കണം. ഷുവർ ഏട്ടാ, നമ്മുടെ ആൾക്കാരെ വിളിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. സാഹിത്യ, ഒന്നും തോന്നരുത്, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. പക്ഷെ അഡ്വാൻസ് ബർത്ത്ഡേ വിഷ് യു. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. ബട്ട് നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെയാ. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആൾ ആബ്സെന്റ് ആയിരിക്കും. നീ ഒരുപാട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടല്ലോ സുഹാസിനി. വേദാന്ത് ബിസിനസ്സുമായിട്ട് പോയാ നിനക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പോയാ നിനക്ക് ഭയങ്കര പ്രശ്നമല്ലേ? അവക്ക് നല്ല സന്തോഷായെന്ന് തോന്നുന്നു. വലിയ ആൾക്കാരുമായിട്ട് കല്യാണം ഉറപ്പിച്ചത് മാത്രമല്ല, ഇപ്പൊ വലിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവല്ലേ. ഇതൊന്നും അത്ര നന്നായി പോകുമെന്ന് തോന്നുന്നില്ല. പറയൂ മുത്തശ്ശി. ഞാൻ പറഞ്ഞതൊന്നും നീ നന്നായിട്ട് കേട്ടില്ലേ അമൂല്യ? മുത്തശ്ശി, അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഒന്നും പറയണ്ട. ഇന്ന് ആ പെണ്ണ് ഈ വീട്ടിൽ വരെ വന്നു. നിനക്കറിയോ, എനിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. നാളെ അവളുടെ ബർത്ത്ഡേ ആണ് പോലും. വീട്ടിലെല്ലാവരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. എന്താ ഈ സംഭവിക്കുന്നത്? എന്താ ഇതെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി? നീ ഇനി ഒന്നും പറയണ്ട. പറയേണ്ടതെല്ലാം ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്ലാനോ? എന്ത് പ്ലാൻ? എന്തിനെ പറ്റി? വേറെ എന്തിനാ അമൂല്യ, ആ പെണ്ണിനെ ഈ പാർട്ടിന്ന് ഒഴിപ്പിച്ച് വിടാൻ വേണ്ടി തന്നെ. മനസ്സിലായോ? അതെയോ? അങ്ങനെയൊക്കെ ചെയ്യണോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് മിണ്ടാതെ ചെയ്താ മാത്രം മതി. ശരി, ആയിക്കോട്ടെ. പറ മുത്തശ്ശി. നാളെ ഓഫീസിൽ വെച്ച് അവള് കുടിക്കുന്നതിലോ കഴിക്കുന്നതിലോ നീ എന്തെങ്കിലും മിക്സ് ചെയ്യണം. അത് കുടിച്ച് എന്തായാലും മയങ്ങി കിടക്കുമല്ലോ. അങ്ങനെ പാർട്ടി മിസ് ചെയ്ത് ഓഫീസിൽ വെച്ച് തന്നെ അവൾ ഉറങ്ങിക്കോളും. അയ്യോ മുത്തശ്ശി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാനിങ്ങനെ പറയുന്നോർത്ത് വിഷമം തോന്നരുത്. അങ്ങനെ ചെയ്യാനൊന്നും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. അയ്യോ, നിന്റെ കാര്യം കുറച്ച് കഷ്ടമാണല്ലോ മോളെ. വേദാന്തിന് നിനക്ക് തന്നെ കിട്ടണ്ടേ അമൂല്യ? അവൻ എന്റേതാവാനായിരുന്നെങ്കിൽ എപ്പോഴേ ആയേനെ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ടയറ് പഞ്ചറാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം പോകാൻ പറ്റി, അല്ലാതെ വേറൊന്നുമില്ല. ഇതൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ല. യുദ്ധത്തിലും പ്രണയത്തിലും ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന് മനസ്സിലാക്കിക്കോ. അതെന്താ നിനക്കറിയില്ലേ? പ്രണയത്തിനും പിന്നെ യുദ്ധത്തിനും വേണ്ടി തെരഞ്ഞെടുക്കുന്ന വഴി തെറ്റല്ലേ? അതോ അതിനുവേണ്ടി എന്ത് തെറ്റും ചെയ്യാന്നാണോ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാ, നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ശരിയായിരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ചിലപ്പോ അത് തെറ്റാണെങ്കിലോ. അതുമാത്രല്ല, ഇത് പ്രണയമല്ലേ? അതാണെങ്കിൽ ഒരുപാട് ദൂരെയാ മുത്തശ്ശി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഞാനൊരു പെണ്ണായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ സാഹിത്യം എന്നെ പോലൊരു പെണ്ണല്ലേ മുത്തശ്ശി? ഞാൻ വേദാന്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, എന്നാ വേദാന്ത് അവളെയല്ലേ സ്നേഹിക്കുന്നേ? അതിന്റെ ഇടയില് സാഹിത്യയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ അവളെ വിഷമിപ്പിക്കുന്നതിൽ എന്ത് ശരിയാ ഉള്ളത്? ഭയങ്കര നല്ല മനസ്സ് തന്നെയാ നിനക്ക്. മനസ്സിന് ഇത്ര വലിയ വേദന ഉണ്ടായിട്ട് പോലും മറ്റൊരാളെ കുറിച്ചും അവരുടെ സാഹചര്യത്തെ കുറിച്ചും നീ ഇത്രമാത്രം ആലോചിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു സാധാരണ കുട്ടിയല്ല മോളെ. നിന്റെ ആ നല്ല മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേദാന്തിനും അത് മനസ്സിലായി കഴിഞ്ഞാ വേറെ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല.
ആദ്യം എന്നെ ശരിക്കും പെടുത്തിരിക്കുകയാണല്ലോ. അല്ല, ഇക്കാര്യം ഞാനെങ്ങനെ ചേട്ടനോട് പറയാ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ലത് കേൾക്കും. ഇനി പറഞ്ഞെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞാ അവൾക്ക് സ്പോട്ടിൽ അത് മനസ്സിലാവും. ഈ കാര്യം എങ്ങാനും ഞാനിനി ചേട്ടനോട് പറഞ്ഞ അകാലത്തിൽ തന്നെ എന്റെ കൊലപാതകം നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, ആദ്യം എല്ലാവരും എന്നെയാണല്ലോ ഇരയായിട്ട് കൊണ്ടുവന്നിടാറ്. ഇനിയിപ്പൊ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഭദ്രകാളിയാവുന്ന ഉറപ്പാ. ചേട്ടനെ എങ്ങനെയെങ്കിലൊക്കെ സമാധാനിപ്പിക്കാൻ പറ്റും. പക്ഷെ എന്റെ അനിയത്തിയെ മാനേജ് ചെയ്യാൻ പറ്റൂല. ചേട്ടാ ചേട്ടാ വിക്രാന്ത്, നീ എപ്പോഴാണ് വന്നേ? ഞാൻ വന്നിട്ട് കുറെ ആയി. നീ എന്തോ ഡീപ്പായിട്ട് ആലോചനയിൽ മുഴുകിയിരിക്കുവായിരുന്നല്ലോ. ചേച്ചേ, നോട്ട് അറ്റ് ഓൾ. ഓഹോ, സാഹിത്യത്തെ കുറിച്ച് ആലോചിക്കുമായിരുന്നോ? ഞാൻ എന്തിനാ അവളെ പറ്റി ചിന്തിക്കുന്നേ? പക്ഷെ ആ അമ്മു, ഞാൻ ആരെ പറ്റി ആലോചിക്കുന്നില്ല. ഞാൻ എന്തിനാ അവളെ പറ്റി ചിന്തിക്കുന്നേ? അല്ല, ചേട്ടന് ഇത് എന്താ പറ്റിയേ? അമൂല്യാന്ന് വിളിച്ചിരുന്ന ആള് അമ്മൂന്നൊക്കെ വിളിക്കുന്നു. തോന്നി ദിവസം പറഞ്ഞോണ്ടല്ലോ ഞാൻ ഒരെണ്ണം പൊട്ടിക്കുവേ. നീയേ നിന്റെ മനസ്സ് പറയുന്നൊന്ന് കേട്ടു നോക്ക്. തലച്ചോറ് പറയണ കേക്കല്ലേ. നമ്മുടെ ഈ ഹാർട്ടുണ്ടല്ലോ, ഇതിന് ആരെ അങ്ങനെ ചതിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ബ്രെയിനോ എപ്പോഴും ഇങ്ങനെ കുഴി ചാടിച്ചോണ്ടിരിക്കും. തല പറയുന്നത് കേൾക്കാൻ വേണ്ടി ജീവിതം ബിസിനസ് അല്ല ചേട്ടാ. ഒന്ന് ഈ ഹാർട്ടിൽ കൈവച്ചിട്ട് അത് പറയണമെന്ന് കേട്ടു നോക്ക്. ഈ ഹൃദയത്തിൽ ആരും കാണാത്ത ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിപ്പാടുണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരോഗ്യത്തിനും ജീവിതത്തിനും എല്ലാത്തിനും നല്ലതായിരിക്കും. വിക്രാന്ത്, ഞാൻ എന്തിനാ അമ്മുവിനെ വിളിക്കുന്നത്? അമ്മുവോ? സീരിയസ്ലി വേദാന്ത്, നീ കുറച്ച് ഓവർ ആവുന്നുണ്ടേ. എന്താടാ ഇതൊക്കെ? ഛേ. വന്ന നേരം തൊട്ട് ഞാൻ നോക്കുക. നീ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ കിടക്കുന്ന റൂം എന്തിനാ അവന് കൊടുത്തത്? ഇതൊന്നും ശരിയല്ല. അല്ല, അതിനാരാ അവൻ? ഇപ്പൊ പാർട്ടീഷനുമായി. അല്ല, അവൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? എല്ലാം അവന് കൊടുക്കാനാണെങ്കിൽ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? അഞ്ചു ഞാനും ഈ വീട്ടിലെ മക്കളല്ലേ? മുതുക്കി, നീ ഇപ്പോഴും വേദാന്തേട്ടനെ ഓർത്തോണ്ടിരിക്കുവാണോ? അങ്ങനെയൊന്നുമില്ല, വീട്. നിന്റെ ഇരിപ്പ് കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടും ചേട്ടൻ നിന്റെ തലേന്ന് പോയിട്ടില്ലെന്ന് മനസ്സിലായി. അദ്ദേഹം തലയിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇറക്കി വിട്ടേനെ. കാരണം എന്താണെന്ന് വെച്ചാ, ആ ചിന്തകൾ എന്റെ തലയിലുള്ളപ്പോ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അത് കുറച്ച് കഷ്ടം. എന്നാ അവൻ എന്റെ ഹൃദയത്തിലാ ഉള്ളത്. അതിന്ന് പുറത്തു വരാൻ ഒരു വഴിയുമില്ല. മനസ്സിൽ ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഒളിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും വേദാന്തേട്ടനോട് തുറന്നു പറഞ്ഞൂടെ? മറ്റുള്ളവരെ പറ്റി എനിക്ക് അറിയില്ല ദിതി. എന്നെ സംബന്ധിച്ച് പ്രണയം ഒരിക്കലും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അതറിഞ്ഞ് നമ്മളിലേക്ക് എത്തേണ്ടതാ. അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കില്ലാന്ന അർത്ഥം. ചേച്ചി, നീ വിചാരിക്കുന്നതാ തെറ്റ്. പ്രണയത്തെക്കുറിച്ച് പറയാതെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ അത് പറഞ്ഞു നോക്ക്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അർത്ഥം ഉണ്ടാവും. ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് പ്രപ്പോസലിന് ആരും വില കൊടുക്കില്ലല്ലോ. പറയാൻ പറ്റില്ല. വേദാന്തേട്ടന്റെ മനസ്സിൽ ചിലപ്പോ നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലോ, ചിലപ്പോ അത് പ്രണയമാണെന്ന് മനസ്സിലാവാത്തതാണെങ്കിലോ. നീ പറഞ്ഞാ അത് ചേട്ടന് മനസ്സിലാവൂല്ലോ. ഇനിയിപ്പൊ മനസ്സിലാക്കിയിട്ട് എന്താ പ്രയോജനം? അദ്ദേഹം സാഹിത്യ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അയ്യോ, അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. നോക്ക്, അവര് തമ്മിൽ എൻഗേജ്മെന്റ് ഒന്നും നടന്നില്ലല്ലോ. പിന്നെന്താ? നീ ഇപ്പൊ പറയാതിരുന്ന ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെന്താ സിനിമയാണെന്നാണോ വിചാരം? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തെ വീട്ടിലാക്കാൻ പോയപ്പോ എനിക്കത് മനസ്സിലായ കാര്യം. അദ്ദേഹം എന്നെ പ്രണയിക്കുന്നില്ലെന്ന്. നീ വിചാരിക്കുന്നത് തെറ്റാവാനും സാധ്യതയുണ്ട്. ഇല്ല, അതാണ് സത്യം. അദ്ദേഹം എന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഇതില് അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ സാഹിത്യയുടെയോ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത് പറ. ശരിക്കും പ്രണയിക്കുന്ന ആള് നമുക്ക് സന്തോഷമില്ലല്ലോ അവര് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുക. വേദാന്ത സന്തോഷത്തോടെ ഇരിക്കണം, അത്രയുള്ളൂ.
അമ്മയ്ക്കോ മാറി നിക്ക്. എടി അഹങ്കാരി, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാനെന്തിനാ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? നീയല്ലേ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഞാനല്ലേ ആദ്യം കേറാൻ പോയത്, അതുകൊണ്ട് എനിക്ക് ആദ്യം പോകണം. എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ ആദ്യം പോയി കുളിക്കട്ടെ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്നിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് വേണം? നീ കേറിയാ ഇപ്പഴെങ്ങും ഇറങ്ങത്തില്ല, പിന്നീട് ഒരു കാര്യങ്ങളും നടക്കില്ല. നീയാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. നീ മാത്രം എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ കുട്ടിയാന്ന് വിചാരിച്ച് എന്നോട് എന്ത് കാണിക്കാമെന്നാണ്? നീ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞ് ഓവർ ആക്ട് ഒന്നും ചെയ്യണ്ട, കേട്ടല്ലോ? നിനക്ക് തീരെ കോമൺ സെൻസ് ഇല്ലേ? ഒട്ടും വിവരം ഇല്ലാത്തുള്ളൂ. ഞാനിപ്പോ കാണിച്ചു തരാം. ഏയ്, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം? എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ. ഒരു കവർ പാല് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ രണ്ടുപേർക്ക് സമയമില്ല, ലേറ്റ് ആവും എന്നൊക്കെ പറയും. എന്നാ ഇതിനൊക്കെ സമയമുണ്ടല്ലോ. എടി അഹങ്കാരി, എടി ഡൈനോസറെ, നിന്നെ ഞാൻ കറി വെച്ച് തിന്നും. നീ തന്നെ ഇത്രയും പറഞ്ഞില്ലേ? കോളേജിൽ പോയിട്ട് പറഞ്ഞ ഞാൻ നിന്നെ കാണിച്ചു തരാം. ഈ ആദിത്യ ആരാണെന്ന് നിന്നെ ഇതിനെ കാണിച്ചു. ആരെ കേറി പോയെ? നീ തുറക്ക്. എന്താ എന്നാന്നോ? ഞാനിവിടെ ബാത്റൂമിൽ പോയി അടിയുണ്ടാക്കുന്ന കണ്ടില്ലേ നിങ്ങള്? നിങ്ങളിപ്പോ എന്തിനാ ഇതിനകത്തോട്ട് കയറിയേ? ബോധമില്ലേ നിങ്ങക്ക്? സോറി, ഞാൻ നിങ്ങളെ കണ്ടില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പുറത്തേക്ക് ഇറങ്ങിയേ. ഒരു 5 മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് വരാം. നീ ഈ ദോശ ഒന്ന് കഴിച്ചു നോക്കിയേ. ഒരു തവണ നീ കണ്ണാടി നോക്കി നീ നിന്നോട് തന്നെ ചോദിക്കാൻ മൂല്യ. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ എന്തായി ചെയ്യുന്നേന്ന്. വേദാന്ത് ഇപ്പൊ നിന്റെ ആരുമല്ല, ഒരിക്കലും ആകില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇതെല്ലാം വെറും ടൈം വേസ്റ്റ് ആണ് അമൂല്യ. നീ വെറുതെ നിന്റെ സന്തോഷത്തിന് അവന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത്. ഹലോ അമൂല്യ, ഞാൻ സുഹാസിനിയെ സംസാരിക്കുന്നത്. സോറി ആന്റി, നമ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട് മനസ്സിലായില്ല. സാരമില്ല, ഇനിയും സേവ് ചെയ്യാലോ. നിന്റെ ആബ്സെൻസ് ഇന്നത്തെ പാർട്ടിയിൽ വലിയ നഷ്ടം ഉണ്ടാക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മനസ്സിലായില്ല ആന്റി. മനസ്സിലാവാനൊന്നുമില്ല. മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നപ്പോഴാണ് നിന്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആന്റി, നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നത്? വേദാന്തിന് ആര് ജോലി ചെയ്തു കൊടുത്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷേ അത് നീയാണ് ചെയ്തതെന്നറിഞ്ഞ അവന് ഒരു പ്രശ്നമില്ല. എന്താന്ന് വെച്ചാ നീ അവനെ വല്ലാതെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. നിന്റെ ജോലിയിൽ അവൻ ഒരുപാട് വിശ്വാസമുണ്ട്. ഈയിടെയായിട്ട് അവൻ ഓരോ കാര്യത്തിലും നിന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതെല്ലാം എനിക്കൊരു സർപ്രൈസായി. അതുകൊണ്ട് നിന്റെ ജോലിയിൽ അവൻ ഇംപ്രസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നി. എനിക്കത് നന്നായി മനസ്സിലായതാ. അതുകൊണ്ട് നീ പാർട്ടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അതവന് വളരെ വലിയൊരു വിഷമമായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് മിസ്. ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെന്ന വേദാന്തിന് സന്തോഷമാവുന്നോ? ഇവരോട് എന്തെങ്കിലും വേദാന്ത് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ദീപാവലിക്ക് നടത്തിയ ഫംഗ്ഷൻ വിജയിക്കാൻ കാരണം നീയാണെന്ന് എനിക്ക് ലേറ്റായിട്ട് മനസ്സിലായത്. എല്ലാ കാര്യവും നീ ഭംഗിയായിട്ട് ചെയ്തു. ആക്ച്വലി അന്നാ നിന്റെ ടാലന്റ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. സോ ഈ ഫംഗ്ഷന്റെ ഉത്തരവാദിത്വവും നീ തന്നെ ഏറ്റെടുക്കണം. അപ്പോ ഇവര് ഫാമിലിയെ കുറിച്ചുള്ള കൺസേണിൽ വിളിച്ചതല്ല, നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. നീ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേദാന്തിന് അത് വലിയ സന്തോഷമായിരിക്കും. വേറൊന്നും കൊണ്ടല്ലേ, നീ ചെയ്യുന്ന കാര്യത്തിൽ അവന് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്.
അപ്പോ നീ ഫംഗ്ഷന് വരുമെന്ന് ഉറപ്പിക്കാമല്ലോ.